പ്രീതി, അലൻ്റെ പ്രായം അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അതുപോലെ ഈ അലൻ ആക്രമണം നടന്ന സ്ഥലത്ത് വെച്ച് തന്നെ അലന് ജീവൻ നഷ്ടമായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അമ്മ വിജിയൊക്കെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാനൊക്കെ കഴിഞ്ഞിരുന്നോ ശ്രീത്? തീർച്ചയായും അത്തരത്തിൽ അതിന്റെ പ്രായത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അല്പസമയത്തിനകം മാത്രമേ നമുക്ക് ലഭ്യമാക്കാനാവുള്ളൂ. ഇപ്പോൾ പ്രാഥമികമായ വിവരം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മോർച്ചറിയിലാണ് മൃതദേഹം ഇപ്പോൾ സൂക്ഷിച്ചിട്ടുള്ളത്. സ്വാഭാവികമായി ഒരു 20 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ തന്നെ ഉള്ള പ്രായമുള്ള ആളാണ് അലൻ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അമ്മ വിജയെയും അലനെയും ആശുപത്രിയിൽ എത്തിക്കാൻ നാട്ടുകാർ ആ പ്രദേശത്ത് നിന്ന് ഓടിക്കൂടി. പെട്ടെന്ന് തന്നെ 7 മണിയോടുകൂടി ആക്രമണം നടന്നു. പെട്ടെന്ന് തന്നെ നാട്ടുകാർക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞു. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. പക്ഷേ അപ്പോഴേക്കും മരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ആഴത്തിലുള്ള കുത്താണ് നെഞ്ചിൽ ഏറ്റിരിക്കുന്നത്. അത് കാട്ടാനയുടെ കൊമ്പ് കൊണ്ടുള്ള കുത്ത് തന്നെയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ ദൃക്സാക്ഷികളടക്കം പറഞ്ഞു വെക്കുന്നത്. ശ്രീകുമാരൻ തുടരുക. ഒരു ജീവൻ കൂടി കാട്ടാനാക്രമണത്തിൽ നഷ്ടമായിരിക്കുന്നു. പാലക്കാട് മുണ്ടൂരിലാണ് കാട്ടാനാക്രമണത്തിൽ യുവാവിന് ജീവൻ നഷ്ടമായിരിക്കുന്നത്. കറയങ്കോട് സ്വദേശി അലനാണ് മരിച്ചത്. കണ്ണാടൻ ചോലയ്ക്ക് സമീപത്ത് വെച്ചാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ആക്രമണം. അലൻ്റെ അമ്മ വിജിക്കും പരിക്കേറ്റിട്ടുണ്ട്. ആ പരിക്ക് അല്പം ഗുരുതരമാണ് എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരം. രണ്ടുപേരും വീട്ടിലേക്ക് വരികയായിരുന്നു. അതിനിടയിലാണ് ഈ ഒറ്റയാൻ്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പ്രദേശവാസികൾ ബഹളം കേട്ട് കരച്ചിൽ കേട്ട് ഓടി അവിടേക്ക് എത്തുകയായിരുന്നു. അതിനുശേഷം അവരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ നാട്ടുകാർ തന്നെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അലിന് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ജീവൻ നഷ്ടമായി എന്നാണ് കരുതുന്നത്. വിജിയുടെ പരിക്ക് ഗുരുതരമാണ്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വനംവകുപ്പ് ഇപ്പോൾ ചില നടപടികൾ ആ പ്രദേശത്ത് സ്വീകരിക്കുന്നുണ്ട്. നേരത്തെ തന്നെ നാട്ടുകാർ വലിയ രീതിയിലുള്ള ആക്ഷേപം ഈ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന ഒരു മേഖലയാണ്. പതിവായി കാട്ടാനകൾ എത്തുകയും കൃഷി നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് വനവകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. അവർ ആ ഘട്ടത്തിൽ പടക്കം പൊട്ടിച്ച് ആനകളെ കാടുകയറ്റുക എന്ന നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരാൾക്ക് ജീവൻ നഷ്ടമാവുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. വീണ്ടും കാട്ടാനക്കലി ഉണ്ടാവുന്ന ഒരു ജീവൻ കൂടി സംസ്ഥാനത്ത് പൊലിയുകയാണ്. പാലക്കാട് മുണ്ടൂരിൽ നിന്നാണ്. വളരെ വേദനാജനകമായ വാർത്തയാണ്. ഈ അലന് എത്ര വയസ്സാണ് പ്രായം എന്നത് സംബന്ധിച്ചൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അലനും അലൻ്റെ അമ്മ വിജിയും വീട്ടിലേക്ക് വരുന്നതിനിടെ 7 മണിയോടുകൂടിയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. ഒറ്റയാനാണ് ആക്രമിച്ചത് എന്നാണ് നാട്ടുകാരിൽ നിന്ന് പ്രാഥമികമായി ലഭ്യമായിട്ടുള്ള വിവരം. കൂടുതൽ പ്രതികരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് തേടേണ്ടതുണ്ട്. പ്രാദേശിക ജനപ്രതിനിധികളെ ടെലിഫോണിൽ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അവരുടെ പ്രതികരണം ലഭ്യമാകുമോ എന്നറിയാൻ. അലൻ്റെ പശ്ചാത്തലവുമൊക്കെ എന്താണ് എന്ന കാര്യം ചോദിച്ചറിയുന്നതിന് വേണ്ടി അവരെ ശ്രമിക്കുന്നുണ്ട്. അത് ലഭ്യമാകുന്ന മുറയ്ക്ക് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് അത് സംബന്ധിച്ച വിവരങ്ങൾ എത്തിക്കുകയും ചെയ്യാം. എന്തായാലും വളരെ വേദനാജനകമായ വാർത്തയാണ് പാലക്കാട് മുണ്ടൂരിൽ നിന്ന് വരുന്നത്. കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവിന് ജീവൻ നഷ്ടമായിരിക്കുന്നു. കറയംകോട് സ്വദേശി അലനാണ് മരിച്ചത്. കണ്ണാടൻ ചോലയ്ക്ക് സമീപത്ത് വെച്ചാണ് വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ആക്രമണം ഉണ്ടായത്.